പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് മോചനം നേടാൻ നോക്കുക. ഈ ലോകത്ത് പല സംഗതികളിലും പിശാച് നടത്തിക്കൊണ്ടിരിക്കുന്ന കുതന്ത്രങ്ങൾ, ദുർമന്ത്രണങ്ങൾ, അതിന്റെ ഇടയിൽ സ്വന്തം ഈമാന് സംരക്ഷിക്കുക എന്നത് ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു സദഖക്കുള്ള ഈത്തപ്പഴം കൊണ്ടുപോയിട്ട് സൂക്ഷിക്കാൻ റസൂലുള്ളാഹി ഏൽപ്പിച്ചു. സദഖക്കുള്ള ഈത്തപ്പഴം കൊണ്ടുപോയിട്ട് മുആദ് റളിയല്ലാഹു അൻഹു സ്റ്റോക്ക് ചെയ്ത് വെച്ച് ഈത്തപ്പഴം കുറേശ്ശെ ഇങ്ങനെ കുറയണത് കണ്ടു. ഈത്തപ്പഴം എടുക്കാൻ പോണെന്ന് കണ്ടില്ല. ഈത്തപ്പഴം ഓരോ ദിവസം നോക്കുമ്പോഴും കുറയാണ്. അപ്പൊ നോക്കുമ്പോ ശൈത്താൻ വന്ന് തിന്നാണ് ഓരോ ദിവസവും രാത്രി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്ക പോയിട്ട് മുആദ് റളിയല്ലാഹു അൻഹു വിവരം പറഞ്ഞു, ഇതിങ്ങനെ കുറയുണ്ട് ഈത്തപ്പഴം, അത് ശൈത്താനാണ്, നീ കാവലൊന്നോ, ഇന്ന് രാത്രി വരും എന്ന് പറഞ്ഞു. മുആദ് റളിയല്ലാഹു അൻഹു കാവലുന്നപ്പോ ഒരാന തുമ്പിക്കൈയൊക്കെ എടുത്തിട്ട് നടന്നു വരുന്നുണ്ട്. അപ്പൊ മുആദ് റളിയല്ലാഹു അൻഹു പിശാച് വരുന്നത് കണ്ടു. അതിന് നേരിടാൻ വേണ്ടി ഒരുങ്ങുന്നു. വാതിക്കെത്തിയപ്പോ രൂപം മാറി ഒരു ചെറിയ പ്രാണിയായി. വാതിന്റെ അകത്ത് കൂടി അകത്ത് കയറാൻ പ്രാണിയായി. ഈത്തപ്പഴം ഇങ്ങനെ വാരി തിന്നാൻ തുടങ്ങി. സദഖക്ക് എടുത്തു വെച്ച ഈത്തപ്പഴം. മുആദ് റളിയല്ലാഹു അൻഹു പോയിട്ട് പിടികൂടി, പിശാചിനെ പിടികൂടി. നിന്നെ ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ ഏൽപ്പിക്കുന്നു പറഞ്ഞു. അപ്പൊ ഇയാള് പറഞ്ഞു, ഞാൻ വളരെ വിഷമിച്ചു വന്നാണ്, ഇനി ഒരിക്കലും വരൂല, എന്നെ കൊണ്ടുപോകരുത്. അങ്ങനെ വിട്ടു. രാവിലെ സുബഹിസ്കരിക്കാൻ ചെന്നപ്പോ മസ്ജിദിലെത്തിയപ്പോ റസൂലുള്ളാന്റെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയണ സഹാബി ചോദിക്കാണ്, മുആദ് എവിടെ എന്ന് ചോദിക്കണം. മുആദ് ഞാൻ ഇവിടെ വന്നപ്പോ അള്ളാന്റെ റസൂൽ ചോദിക്കാണ്, എവിടെ നിങ്ങളുടെ തടവ് പുള്ളി എവിടെ പോയി എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെ നീ തടവിലാക്കിയ ആളെ എവിടെ പോയി എന്ന് ചോദിച്ചു. പറഞ്ഞു, പിശാച് ഇങ്ങനെ വന്നു, രാത്രി ഇനി വരൂല എന്ന് പറഞ്ഞിട്ട് വിട്ടാണ്. കാവലെന്നോ ഇന്ന് വീണ്ടും വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിറ്റേന്ന് പോയി നോക്കുമ്പോ പിറ്റേന്ന് വരുന്നു പിശാച്. പിശാചിനോട് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലെ നീ കഴിച്ചിലായി, ഇന്ന് എന്തായാലും പിടിച്ച റസൂലുള്ളാഹിനെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. പിശാച് കേണ് പറഞ്ഞു, ഒരിക്കലും ഞാൻ ഈ വഴിക്ക് വരൂല, എന്നെ ഒന്ന് വിട്ടയക്കണം, ഞാനൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞു. വിട്ടയച്ചു. പിറ്റേന്ന് അതേമാതിരി സുബ്ഹിക്ക് എന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിയാളക്കാരൻ ചോദിക്കാണ്, മുആദ് ഇബ്നു ജബൽ എവിടെ? മഹാനായ സഹാബിയായിരുന്നു മുആദ് റളിയല്ലാഹു അൻഹു. അല്ലാഹ് യമനിലേക്ക് ഗവർണറായിട്ട് നിയോഗിക്കുമ്പോ റസൂലുള്ള ഒട്ടകത്തിന്റെ അടുക്ക് വന്നിട്ടാണ് അവസാനം യാത്ര അയക്കുന്നത്. മുആദ് ഒട്ടകത്തിന്റെ മുകളിൽ കയറാൻ മടിച്ചു. റസൂല് പറഞ്ഞു, മുആദ് പോയിക്കോ. പോകുമ്പോ പറഞ്ഞു, മുആദേ, നിങ്ങൾ അടുത്ത തവണ വരുമ്പോ ഞാൻ ഉണ്ടാവുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഖബറിന്റെ മുമ്പിലൂടെ നീ നടന്നു പോയേക്കും മുആദേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുആദ് തരിച്ചിട്ട് ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങില്ലാത്ത ഈ ദുനിയാവിൽ എങ്ങനെ ജീവിക്കും എന്ന് മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. മുആദേ, നിങ്ങൾ അടുത്ത തവണ വരുമ്പോ യമനിലേക്ക് യാത്രയൊക്കെയാണ്. യമനിലെ ഗവർണറായിരുന്നു. ഈ മുആദിനോട് പറഞ്ഞൊരു ഹദീസാണ് ലോകത്ത് ഇസ്ലാമിന് ഏറ്റവും വലിയ അടിത്തറ പാകിയത്. മുആദേ, നിങ്ങൾ അവിടെ പോയിട്ട് എങ്ങനെ പ്രവർത്തിക്കും? ഞാൻ അള്ളാഹുവിന്റെ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കും. നിങ്ങൾ അവിടെ കണ്ടുമുട്ടുന്ന ഒരു വിഷയത്തിൽ ഖുർആനിൽ നിന്ന് മാർഗദർശനം കിട്ടാത്ത ഒരു കാര്യമാണെങ്കിലോ ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയെ നോക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊന്നും കിട്ടാത്ത കാര്യമാണെങ്കിലോ ഞാൻ ഈ ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ എന്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചൊരു തീരുമാനമെടുക്കും. അതാണ് ഇജ്തിഹാദ്, അതാണ് ഖിയാസ്. ഈ ഹദീസ് വെച്ചിട്ടാണ് ഇസ്ലാമില് വളരെ പ്രസിദ്ധമായ ഇജ്മാഉം ഖിയാസും ഉണ്ടായിത്തീർന്നത്. അതിന് കാരണക്കാരനായി തീർന്ന മുആദ് റളിയല്ലാഹു അൻഹു മഹാനായ സഹാബിയാണ്. ആ മുആദ് റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ ദിവസവും പിശാചിനെ കണ്ടപ്പോ മുആദ് റളിയല്ലാഹു അൻഹു അവനെ പിടികൂടി ബന്ധിച്ചു. 2 തവണ നീ കരാർ ലംഘിച്ചു, ഇനി നിന്നെ വിടൂല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് കൊണ്ടുപോകുന്നു. അയാൾ പറഞ്ഞു, ഞാന് ഏതായാലും എന്റെ കാര്യം പറയാം, ഞാന് ഇയാൽദാർ ശൈത്താനാണ്. ഇയാൽദാർ ശൈത്താൻ, ഞാൻ നസീബയിൽ നിന്ന് വന്ന ശൈത്താനാണ്. സിറിയയിലൊരു സ്ഥലമാണ് നസീബയിൽ, ഞാൻ അവിടുന്ന് വന്നതാണ്. നിങ്ങളുടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട 2 ആയത്തുകൾ ഇറങ്ങിയതുകൊണ്ടാ ഞങ്ങൾക്ക് ഈ നാട് വിടേണ്ടി വന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഈ മദീന നാട്ടിൽ, ഈ യസ്രിബ് നാട്ടിലായിരുന്നു ഞങ്ങളൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നത്. ആ ആയത്തുകൾ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ, അതിന്റെ പേരിൽ എന്നെ വെറുതെ വിടോ എന്ന് ശൈത്താൻ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. നമുക്കൊക്കെ വളരെ പ്രയോജനം ചെയ്യണ ഒരു ഇൽമാണ്. ഇൽമ് ശൈത്താന്റെ അടുക്കുന്നാണെങ്കിലും പഠിച്ചാൽ കുഴപ്പമില്ല.
എന്നുള്ളതുകൊണ്ട് അത് ഖുർആന്റെ മഹത്വത്തെ പറ്റിയുള്ള ഇൽമായതുകൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏതാണ് ആയത്ത് എന്ന് പറഞ്ഞു. ഒന്ന് ആയത്തുൽ കുർസി, രണ്ട് ആമന റസൂൽ മുതൽ സൂറത്തുൽ ബഖറയുടെ അവസാനം വരെയുള്ള ഭാഗം. ഈ ആയത്തുകൾ ഓതിയാൽ 3 ദിവസം അങ്ങോട്ട് ഞങ്ങൾ പിശാചുക്കൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് ഈ ശൈത്താൻ സയ്യിദുനാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞതിന്റെ പേരിൽ മുആദ് റളിയല്ലാഹു അൻഹു ആളെ വിട്ടയച്ചു. പിറ്റേന്ന് രാവിലെ മുആദ് റളിയല്ലാഹു അൻഹു മസ്ജിദിലെത്തി റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൃത്തികെട്ടവൻ കള്ളം പറയുന്നവനാണ്, പക്ഷെ ഇപ്പൊ പറഞ്ഞത് സത്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആയത്തുൽ കുർസിയുടെ മഹത്വവും പിശാച് തന്നെ പറയണം. വല്ലാത്തൊരു അത്ഭുതമാണ്. ഞങ്ങൾക്ക് കണ്ട് കടക്കാൻ പറ്റില്ല. അത് നിങ്ങൾ കൊണ്ടുനടന്നാൽ മതി. അള്ളാഹു അതൊക്കെ കൊണ്ടുനടക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മുആദ് റളിയല്ലാഹു അൻഹു വന്നിട്ടത് ചൊല്ലി പിറ്റേന്ന് ഈ പിശാച് ഈത്തപ്പഴം കക്കാൻ വന്നിരുന്ന സ്ഥലത്ത് അതോടുകൂടി പിന്നെ ആ മാർഗത്തിലേക്ക് തന്നെ ഇബ്ലീസിന് വരാൻ കഴിയാതെ വന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മുആദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു തവണ പറഞ്ഞു, അവിടുത്തെ വേർപാടിന് മുമ്പ് അല്ലാഹു ഞങ്ങളെ മരിപ്പിക്കണമേ എന്ന് അങ്ങ് ദുആ ചെയ്യുമോ റസൂലേ? അങ്ങ് വഫാത്താകുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ മരിച്ചു പോകണം അല്ലാഹുവിന്റെ റസൂലേ, അതിനുവേണ്ടി അങ്ങ് തേടുമോ? അഥവാ അങ്ങയുടെ കാലശേഷം ഞങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിലോ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഉപദേശിക്കുമോ അല്ലാഹുവിന്റെ റസൂലേ? നിങ്ങളെ വഫാത്തിന് മുമ്പ് ഞങ്ങൾ മരിക്കട്ടെ, അതാണ് എന്റെ ആഗ്രഹം. അതിനുശേഷം ജീവിക്കുകയാണെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്ന് ഒന്ന് പറഞ്ഞു തരുമോ അല്ലാഹുവിന്റെ റസൂലേ? ഞങ്ങൾ ജിഹാദ് പങ്കെടുത്തോട്ടെ. വളരെ ശ്രദ്ധിക്കണം. ഞങ്ങൾ ജിഹാദ്, ദൈവമാർഗത്തിലുള്ള സമരം, അതേറ്റവും നല്ല കാര്യമില്ലേ? അത് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലമ, ജിഹാദ് ആളുകളൊക്കെ പങ്കെടുക്കുന്ന ഒരു പുണ്യകർമ്മമാണ്. പക്ഷേ നഫ്സിനെ നിയന്ത്രിക്കുന്ന വേറെയും ചില കാര്യങ്ങളുണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഉടൻ തന്നെ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നോമ്പെടുത്തോട്ടെ. നോമ്പ് ധാരാളം ആളുകൾ ഏർപ്പെടുന്ന ഒരു നല്ല കാര്യമാണ്, ഉത്തമ കാര്യമാണ്. പക്ഷേ നഫ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തനിക്കറിവുള്ള പുണ്യകർമ്മങ്ങൾ ഒന്നൊന്നായിട്ട് മുആദ് എണ്ണി പറഞ്ഞു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പുണ്യകർമ്മം പറ്റുമോ? ഈ പുണ്യകർമ്മം പറ്റുമോ? ഏതാണ് ഏറ്റവും ഉത്തമം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോഴും പുണ്യ റസൂല് പറഞ്ഞു, അതിനേക്കാൾ നല്ലതുണ്ട്, അതിനേക്കാൾ ഉത്തമമായതുണ്ട്. ആ ഉത്തമമായതേതെന്ന് പറയുമോ എന്ന് പരിശുദ്ധ റസൂലിനോട് ചോദിച്ചപ്പോ മുആദിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മുആദേ, നല്ല വാക്ക് മാത്രം സംസാരിക്കുക, അല്ലെങ്കിൽ മൗനിയായിരിക്കുക. നല്ല വാക്ക് സംസാരിച്ചാൽ അതിന്റെ പേരിൽ ധാരാളം ഉത്തമമായ സൽഫലങ്ങൾ കൈവരും. ശർറായ കാര്യങ്ങളാണെങ്കിൽ അതിന്റെ പേരിൽ ദുഷ്ഫലങ്ങളും കൈവരും. നാവ് കാരണം നരകത്തിൽ തള്ളപ്പെടും. അല്ലാഹു അന്ത്യദിനത്തിൽ മൗനിയായിരിക്കുന്നവരെ ഇഷ്ടപ്പെടുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു രംഗം. അത് കഴിഞ്ഞു റസൂലുള്ളാഹി വഫാത്തായി. കൊല്ലങ്ങൾ കഴിഞ്ഞു. ദീന് പലയിടത്തും പരന്നു. ഡമാസ്കസിൽ, സിറിയയുടെ തലസ്ഥാനത്ത് ഡമാസ്കസിൽ മസ്ജിദിൽ അബൂ ഇദ്രീസ് ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഞാൻ ഡമാസ്കസിലെ മസ്ജിദിൽ ചെന്ന് നോക്കുമ്പോ അവിടെ സാത്വികനായ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട്. ചുറ്റുവട്ടത്തും കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട്. ആ സാത്വികനായ മനുഷ്യന്റെ മുൻവരിയിലെ പല്ല് പ്രകാശിക്കുന്നത് ഞാൻ കണ്ടു. അത്ഭുതകരമായ തിളക്കം. വളരെയേറെ ആളുകൾ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. ആവശ്യത്തിന് മറുപടി കൊടുത്തുകൊണ്ട് ഈ മനുഷ്യൻ മൗനിയായിരിക്കുന്നതും ഞാൻ കണ്ടു.
അഭിപ്രായ വ്യത്യാസങ്ങൾ തീർക്കുന്നുണ്ട്, പരിഹരിക്കുന്നുണ്ട്, മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്, ആളുകൾ സംതൃപ്തരായി മടങ്ങുന്നുമുണ്ട്. ഞാൻ ചോദിച്ചു, ആരാണ് ഈ മഹാൻ? ആളുകൾ പറഞ്ഞു, ഇത് പരിശുദ്ധ റസൂലിന്റെ സഹാബി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്.